വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ റിവ്യൂ പറയാൻ വന്നതാണേ. അപ്പം ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ഇതൊരു 4-5 വാഷെങ്കിലും കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം എൻ്റെ ഹെയർ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ലുക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം ഷൈനിയാണിത്, സ്മൂത്തായിട്ടിരിക്കുന്നു. പിന്നെ അവർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു 20% സ്ട്രെയിറ്റ്നസ് ഉണ്ടാവുള്ളൂ അന്ന് ചെയ്ത ആ ലുക്ക് എന്ന്. പിന്നെ ഓരോ വാഷ് കഴിയുന്തോറും കുറഞ്ഞു വരും സ്ട്രെയിറ്റ്നസ് എന്ന്. പക്ഷെ ഇതിപ്പോൾ 3 ആഴ്ച ആയില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അനിയത്തി എൻ്റെ കൂടെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് 1 വർഷം മുമ്പ് ചെയ്ത് മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും മുടി. എൻ്റെ ആ കെരാറ്റിൻ്റെ ആദ്യത്തെ ദിവസത്തെ അതേ ലുക്കിൽ കിടക്കും മുടി. അപ്പം അതിൻ്റെ പുറത്ത് ഇപ്പോൾ കെരാറ്റിൻ ചെയ്തപ്പം ആ സ്ട്രെയിറ്റ്നസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് അവൾക്ക് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ ലുക്കാണ് ഇഷ്ടം. ഒരു നാച്ചുറൽ സ്ട്രെയിറ്റ് ഹെയർ എങ്ങനെ കിടക്കും അതുപോലെ കിടക്കുന്നുണ്ട് ഇത്. പക്ഷേ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കണ്ടവർ പറഞ്ഞു ഞാൻ കെരാറ്റിൻ ചെയ്തതാണെന്ന് തോന്നുന്നില്ല. കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടോക്സിൻ്റെ പോലെ തന്നെ കുറച്ച് അതേപോലെയൊക്കെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇത് മുടി കുറച്ചിങ്ങനെ ഒടിഞ്ഞു തുടങ്ങി. അപ്പോൾ അതേപോലെ വരില്ല, കുറേ നാളെങ്കിലും കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും എന്നാണ് പറഞ്ഞത്. അവർ ബോട്ടോക്സ് ചെയ്തവരെയും കെരാറ്റിൻ ചെയ്തവരെയൊക്കെ അറിയാം, അവരിൽ ചിലർ ചെയ്തിട്ടുമുണ്ട്. ഞാൻ പക്ഷേ ഇതൊന്നും അങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഹെയർ ഇത്ര ഡാമേജ് ആയപ്പോഴാണ്. മറ്റേത് എനിക്ക് ഹെയറിൽ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു, പേടിയായിരുന്നു. കാരണം ഉള്ളു കുറവാണ്. എന്തെങ്കിലും ചെയ്ത് ബാക്കി മുടിയും കൂടെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു ഹെയറിന്. ഇപ്രാവശ്യം ഞാൻ അത്രയ്ക്ക് ഡാമേജ് ആയപ്പം വിചാരിച്ചു കെരാറ്റിൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് എനിക്കറിയാം, സ്മൂത്തനിങ് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെന്നും അറിയാം, ബോട്ടോക്സ് ചെയ്താൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും എന്നും അറിയാം. അപ്പം അതെല്ലാം കൂടെ നോക്കിയപ്പം കെരാറ്റിനാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പം എൻ്റെ ഈ ലുക്കിൽ ഞാൻ ഓക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ റിവ്യൂ.